ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിന്താസ് ടൈം. ഇന്ന് പാലക്കാട് ഫീസ്റ്റ് ഗുണ കേവ് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വന്നിരിക്കുകയാണ് ഞങ്ങൾ കാണാൻ വേണ്ടി. ഈ ഗുണ കേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സിനിമ കാണുന്നവർക്ക് അറിയാം ഇതൊരു സിനിമ പേരാണെന്ന്. അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. അങ്ങനെ അത് മരത്തിൻ്റെ മേലെ ഒരു തത്തമ്മ കിളീനൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. മാനൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീകമാണ് ഉണ്ടാകുന്നത്. പിന്നെ ആ സ്റ്റെപ്പുകൾ കണ്ടപ്പോഴാണ് ശരിക്കും ഒരു പാർക്കിൽ നിൽക്കുന്ന പോലെയുണ്ട്. അങ്ങനെ ആ ഗുഹയുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നിരിക്കണം. ഓരോ പക്ഷികളും മാനും എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ഒരു തണുത്ത കാറ്റും തെങ്ങിൻ്റെ ചുവട്ടിലിരിക്കുന്ന പോലെയുണ്ട്. ഇവിടെ പാർക്കിലൊക്കെ ഇരിക്കുന്ന പോലെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗുഹയുടെ അടുത്തേക്ക് അകത്തോട്ട് പോകാൻ നിൽക്കുവാണ്. അവിടെ എൻട്രൻസ് തന്നെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നല്ലപോലെ അടച്ചു വെച്ചൊരു ഗുഹയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെവിൾ കിച്ചൺ എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ ഗുഹയുടെ അകത്ത്. നമ്മൾ പലതരം കിച്ചൺ കണ്ടിട്ടുണ്ട്, എന്നാൽ ഡെവിൾ കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെളിച്ചങ്ങൾ, ഈ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ ശരിക്കും ഇരുട്ടത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ശരിക്കും ഒരു ഗുഹയുടെ പ്രതീകം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഗുഹയുടെ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗുണ കേവിലൂടെ ഒരു സാഹസിക യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വവ്വാലുകളൊക്കെ തൂങ്ങിക്കിടക്കുന്നതുണ്ട്. നല്ല രസമാണ് കാണാൻ എന്താണെങ്കിലും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് കാണാം. വളരെ അസ്ഥി കൂടെ ഇരിക്കുന്നുണ്ട്. ഈ ഗുണ സിനിമ കണ്ടവർക്കും അതുപോലെ ഇതെല്ലാം നല്ലപോലെ അവർക്കിത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് കുട്ടേട്ടനാണെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ രത്നങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഗുഹയ്ക്കകത്ത്. അങ്ങനെ ഞങ്ങൾ ഗുഹയിൽ നിന്ന് ഗുണ കേവിലൂടെ കടന്നു വന്നപ്പോഴേക്കും നല്ലൊരു വെള്ളച്ചാട്ടത്തിലെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് ആ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വീഴുന്നതും കാണാനും. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറേ നേരം അത് നോക്കിക്കൊണ്ട് ഇരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. ഇതൊരു നല്ലൊരു വേര്, മരത്തിൻ്റെ വേര്, അതും എല്ലാം അറേഞ്ച് ചെയ്തതെല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാട്ടാനയുടെ ഒരു തല മാത്രമുണ്ട്. തുമ്പിക്കൈ പൊക്കി നിൽക്കുന്ന ഒരു കാട്ടാനയുടെ തല മാത്രം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം നടന്നു വന്നപ്പോഴേക്കും ഇവിടെ മഞ്ഞുബോൾ ബോയ്സിനെ കുറിച്ചും ഗുണ കേവിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കുറേ പരസ്യങ്ങളൊക്കെ കണ്ടു. ഇതൊരു ആൽമരം അവർ ഉണ്ടാക്കിയത് എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്കും ആൽമരത്തിൻ്റെ ആ പ്രതീകമുണ്ടായിരുന്നു ആ ഗുഹയുടെ അടുത്ത്. ഇവിടെ നിന്ന് ഇതേപോലെ നല്ല ഈ സീനറി അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു വേറെ ഒരു സ്ഥലത്തെത്തിയ പോലെ. അങ്ങനെ മഞ്ഞുബോൾ ബോയ്സ് സിനിമയിലുണ്ടായിരുന്ന അവർ അതിൽ ഗുഹേൻ്റെ അകത്ത് പെട്ടിട്ട് കയറിട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു രംഗമാണിത്. അവിടെ നിന്ന് ഞങ്ങൾ കുറേയൊക്കെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്തു. അങ്ങനെ ഈ ആൽമരത്തിൻ്റെ അപ്പുറത്ത് തന്നെ സ്റ്റെപ്പുകൾ കയറി പോകുന്ന സമയത്ത്
ഈ കയറിലൂടെയാണ് കെട്ടിയാണ് അവിടുന്ന് ആ ഗുഹയിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്തുന്നത്. ഈ കയറിലൂടെ വലിച്ചെടുക്കും. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിലെ ആ കുട്ടി ഇവിടെ വീണത് അതേപോലെ കിടക്കുന്നത് കണ്ടില്ലേ. ഇങ്ങനത്തെ ഒരു ഗുഹ ഇതിലാണ് വീണത്, രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന രംഗം. അങ്ങനെ ഞങ്ങൾ സ്നോ വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. ഇത് ഡിസംബർ 13 തന്നെ സ്റ്റാർട്ടായിരുന്നു. ശരിക്കുള്ള മഞ്ഞുമൽ ബോയ്സ് അവരാണ് ഉദ്ഘാടനത്തിന് വന്നത്, ഇത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ സ്നോ വേൾഡിലോട്ട് ഞങ്ങൾ പ്രവേശിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോ മൃഗങ്ങളെ എല്ലാം മഞ്ഞ് പെയ്യുന്ന പോലെയുണ്ട് ഈ പ്രതീകം. അങ്ങനെ ഞങ്ങളും ആ മഞ്ഞിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ശരിക്കും ഏതൊരു മഞ്ഞ് ലോകത്ത് പോയി പെട്ട പോലെയുണ്ട്, മഞ്ഞ് പെയ്യുന്ന പ്രദേശത്ത് പോയി പെട്ട പോലെയുണ്ട് ശരിക്കും കാണാം. അതിൻ്റെ കൂടെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു കാഴ്ചകളൊക്കെ. കരടിക്കുട്ടന്മാരിയ്ക്കുന്നുണ്ട്, വെള്ളക്കരടി മഞ്ഞൊക്കെ വീണിട്ട്. ഓരോ മരത്തിനും ഓരോ കളർ ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഏതോ ഒരു ലോകത്തെത്തിയ പോലെയുണ്ട് ശരിക്കും. അതുപോലെ മഞ്ഞ് പെയ്യുന്ന അതിൻ്റെ അകത്തൊരു വീട്, ഒരു കുഞ്ഞു വീട്, അതിന് ചുറ്റും ചെടികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ കങ്കാരു ഒരു കുഞ്ഞിനെയും കൊണ്ട് കണ്ടോ. ഇവിടെ നമ്മുടെ മൊബൈലിൽ തന്നെ അവർ ഫോട്ടോ ഒക്കെ എടുത്തു തരുമായിരുന്നു, പക്ഷെ ഞങ്ങളവിടെ പോയില്ല. ആ ഗുണ കേവിൽ നിന്നും ഗുഹയിൽ നിന്നും വന്നതിന് ശേഷം വേറെ ഒരു വേൾഡിലോട്ട് കടന്ന പോലെയുണ്ട്. നമ്മൾക്ക് മഞ്ഞ് കൊണ്ടില്ലെങ്കിലും ആ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലൂടെ നടക്കുമ്പോൾ ശരിക്കും ഏതോ ഒരു ലോകത്ത് തന്നെയാണ് ശരിക്കും. അങ്ങനെ കുഞ്ഞു വീടിൻ്റെ അടുത്ത് ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു.
വീട്ടിലിരുന്നിട്ട്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ മുന്നിലിരിക്കുന്ന പോലെയുണ്ട് ശരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മിറാക്കിൾ ഗാർഡനിലോട്ട് പ്രവേശിച്ചു. കടന്നപ്പോൾ തന്നെ അത്ഭുതമായ ഒരു കാഴ്ചയായിരുന്നു. പുഷ്പങ്ങളൊക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻ ചെയ്ത വഴിയിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. എല്ലാം പൂക്കൾ കൊണ്ട് തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പലതരം പൂക്കളുടെ പൂക്കൾ കൊണ്ടും കളർ കൊണ്ടും ഹാർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. നല്ല രസമായിരുന്നു എന്തായാലും കാണാൻ. അതേപോലെ നല്ലപോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ദൂരത്ത് കാണുമ്പോൾ ആ മരം പൂക്കളുടെ ഇടയിൽ ഒരു മൈതാനത്ത് നല്ലൊരു തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു മരം പോലെ ഉണ്ടത്. മേലെയെല്ലാം നല്ലപോലെ കുടയൊക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി കാഴ്ചയായിരുന്നു എന്താണെങ്കിലും. ഇവിടുന്ന് ശരിക്കും നോക്കിയപ്പോൾ ഒരു കടൽ തീരത്ത് അല്ലെങ്കിൽ ബീച്ചിനകത്തൊക്കെ അടുത്തിരിക്കുന്ന ഒരു പ്രതീകമാണ് ഉണ്ടായിരിക്കുന്നത്. അവരിതിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്ലവർ കൊണ്ട് തീർത്തൊരു വീട്. അങ്ങനെ ടെലിഫോൺ ഇല്ലെങ്കിലും പണ്ടത്തെ നമ്മുടെ ടെലിഫോൺ ബൂത്തിന് ഒരു ടെലിഫോൺ ബൂത്ത് അവിടെ കണ്ടു. ശരിക്കും ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മതിലിൻ്റെ കൂടെ നടക്കുന്നത് പോലെയുണ്ട്. അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പഴയ സാധനങ്ങളും മിഠായികളും ഒക്കെ, കുട്ടികൾക്കുള്ള ആവശ്യങ്ങളും ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമും ഗോബി മഞ്ചൂരിയും കഴിച്ച് ഇവിടുന്ന് പോയി. ഇത് സാധാരണ എല്ലാ യന്ത്ര ഊഞ്ഞാലുകളും അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള കളിക്കാനും ഒക്കെ ട്രെയിനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു 6 ബോളുണ്ടായിരുന്നു. അത്
ഇതേപോലെ ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ അത് ഏത് നമ്പറിൽ വീണിട്ട് ഒരു നമ്പർ അതിനിങ്ങനെ അവർ എഴുതി വെച്ച് കുറേ നമ്പറുകളിൽ അത് വരുവാണെങ്കിൽ പ്രൈസ് കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് പ്രൈസൊന്നും കിട്ടിയില്ല. അങ്ങനെ 6 ബാൾ ഇട്ടു. അവർ എഴുതി വെച്ച നമ്പർ തന്നെ കിട്ടണമായിരുന്നു. കൂട്ടിയപ്പോൾ നമുക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. ഓക്കെ, ബൈ.